അതേവിടെ കോഴിക്കോട് നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ കോഴിക്കോട് നഗരത്തിലെ 12 റോഡുകൾക്ക്, അതിൽ ഈ കല്ലുത്താൻകടവ് മുതൽ ഇതിൻ്റെ മുമ്പിലൂടെ മീഞ്ചന്ത വരെ എത്തുന്ന 5 കിലോമീറ്റർ വരുന്ന റോഡ് ഉൾപ്പെടെയുള്ള 12 റോഡുകൾക്ക് സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ 1300 കോടി രൂപ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അനുവദിച്ച സന്തോഷപരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിത് ഇനി ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നതരായ നേതാക്കന്മാർ ഇവിടെയുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 12 റോഡുകളുടെയും പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള കഠിന ശ്രമം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ തിരക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു ജംഗ്ഷൻ മീഞ്ചന്ത ജംഗ്ഷനാണ്. മീഞ്ചന്ത ജംഗ്ഷനിൽ മീഞ്ചന്ത വട്ടക്കിണർ അരീക്കാട്, വട്ടക്കിണർ എന്ന് ആരംഭിച്ച് മീഞ്ചന്തയിലൂടെ അരീക്കാട് ഇറങ്ങുന്ന മേൽപ്പാലം, അതുപോലെ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന് 225 കോടി അനുവദിച്ച് അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി ആരംഭിച്ച സന്തോഷപരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ഹോട്ടൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ എന്ത് സഹായമാണോ ലഭ്യമാകേണ്ടത്? കാരണം കുറേ പേർക്ക് ജോലി ലഭിക്കും, വലിയ വികസനം നാട്ടിലുണ്ടാകും. അതിനെന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നുള്ളതും പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്.